മണ്ണിലേക്ക് ജൂത കുടിയേറ്റക്കാരെ അയച്ച് അവിടം ഇസ്രായേലിന്റേതാക്കി മാറ്റുക എന്ന കുടില തന്ത്രം ഇസ്രായേൽ പയറ്റാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി. അന്താരാഷ്ട്ര നിയമപ്രകാരം നിയമവിരുദ്ധമാണെങ്കിലും അധിനിവിഷ്ട വെസ്റ്റ് ബാങ്കിൽ ഉൾപ്പെടെ കുടിയേറ്റങ്ങൾ ദിനംപ്രതി വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലി സൈന്യത്തിന്റെ സഹായത്തോടെ പലസ്തീനികളെ ആക്രമിച്ചും അവരുടെ ജീവനോപാധികൾ ഇല്ലാതാക്കിയുമെല്ലാം ജൂത കുടിയേറ്റക്കാർ നടത്തുന്നത് മുൻ മാതൃകകളില്ലാത്ത ക്രൂരതയാണ്. ഇപ്പോഴിതാ ഫലസ്തീനിൽ മാത്രമല്ല മറ്റൊരു രാജ്യത്തേക്ക് കൂടി അധിനിവേശം വ്യാപിപ്പിക്കാനുള്ള നീക്കത്തിലാണ് ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷ ജൂത സമൂഹം. നൈൽ മുതൽ യൂഫ്രട്ടസ് വരെയുള്ള പ്രദേശങ്ങൾ ഇസ്രായേലിന്റെ ഭാഗമാക്കുക എന്ന ഗ്രേറ്റർ ഇസ്രായേൽ പദ്ധതി നടപ്പിലാക്കാൻ അവർ ആരംഭിച്ചിരിക്കുന്നു എന്നതിന്റെ സൂചനകളാണ് പുറത്തുവരുന്നത്. എന്താണ് സംഭവം? ഏതാണ് അവർ കൈവശപ്പെടുത്താൻ ശ്രമിക്കുന്ന പുതിയ രാജ്യം? വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. പലസ്തീനിലെ അധിനിവേശ പ്രവർത്തനങ്ങൾക്ക് പുറമെ സിറിയയിലേക്കും കടന്നു കയറുകയാണ് ഇസ്രായേലി ജൂത സംഘങ്ങൾ. തെക്കൻ സിറിയയിലെ ചില പ്രദേശങ്ങളിൽ കുടിയേറ്റ സെറ്റിൽമെന്റുകൾ സ്ഥാപിക്കാനുള്ള നീക്കമാണ് അവർ നടത്തുന്നത്. അതിനായുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും അവർ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ. പൈനിയേഴ്സ് ഓഫ് ബാഷൻ എന്ന തീവ്ര വലതുപക്ഷ ജൂത സംഘമാണ് ഇതിനു പിന്നിൽ. സമീപാഴ്ചകളിൽ ഇസ്രായേൽ സൈന്യം അനധികൃതമായി നിയന്ത്രണം സ്ഥാപിച്ചിരിക്കുന്ന തെക്കൻ സിറിയയിലേക്ക് നിരന്തരം കടക്കുന്നുണ്ട് എന്നാണ് വിവരം. അടുത്തിടെ ഇവരെ നുഴഞ്ഞുകയറ്റക്കാരെന്ന് കരുതി ഇസ്രായേലി സൈന്യം ആക്രമിക്കാൻ ഒരുങ്ങിയതായി പോലും റിപ്പോർട്ടുകളുണ്ട്. പിന്നീടാണ് അവർ സിറിയയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്ന മതവിശ്വാസികളായ ജൂത കുടിയേറ്റക്കാരാണെന്ന് മനസ്സിലാക്കുകയും സൈനിക നീക്കം അവസാനിപ്പിക്കുകയും ചെയ്തത്. തെക്കൻ സിറിയയുടെ ചില ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ഖുനൈത്ര, ദാര, സ്വീഡ പ്രവിശ്യകളിൽ ചരിത്രപരവും ബൈബിൾ പരവുമായ അവകാശം തങ്ങൾക്കുണ്ട് എന്നാണ് ഈ കുടിയേറ്റ സംഘങ്ങളുടെ വാദം. ഔട്ട് പോസ്റ്റുകൾ എന്നവർ വിളിക്കുന്ന ചെറിയ വാസസ്ഥലങ്ങൾ ഈ മേഖലകളിൽ സ്ഥാപിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. പലസ്തീനിലൊക്കെ നടപ്പിലാക്കുന്ന പോലെ കാലക്രമേണ അത് ഇസ്രായേലിന്റേതാക്കി മാറ്റാം എന്നതാണ് അവരുടെ പദ്ധതി. നിലവിൽ ഇസ്രായേലി ഭരണകൂടത്തിന്റെ പിന്തുണ ഇല്ല എന്നാണ് കരുതപ്പെടുന്നതെങ്കിലും പതിയെ അവർക്കത് ലഭിക്കുമെന്നും കുടിയേറ്റ സംഘങ്ങൾ വിശ്വസിക്കുന്നു. ഈ അതിർത്തി കടന്നുള്ള നീക്കങ്ങളെ ഇസ്രായേൽ സൈന്യം എതിർക്കുകയും ആക്ടിവിസ്റ്റുകളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോഴും ബെന്യാമിൻ നെതന്യാഹു സർക്കാരിലെ മന്ത്രിമാരുടെ പിന്തുണ തങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്നാണ് കുടിയേറ്റ സംഘം അവകാശപ്പെടുന്നത്. ക്യാബിനറ്റ് മന്ത്രിമാരുമായുള്ള കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങളടക്കം അവർ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. പൈനിയേഴ്സ് ഓഫ് ബാഷൻ എന്ന സംഘത്തിന്റെ നേതാക്കളിൽ ഒരാൾ വാദിക്കുന്നത് തെക്കൻ സിറിയയിലെ സുന്നി ഭൂരിപക്ഷ പ്രദേശങ്ങൾ പിടിച്ചെടുത്ത് അവിടെ ജൂത കുടിയേറ്റ കേന്ദ്രങ്ങൾ സ്ഥാപിക്കണമെന്നാണ്. അധിനിവിഷ്ട വെസ്റ്റ് ബാങ്കിൽ ജൂത കുടിയേറ്റക്കാർ നടത്തുന്ന ആക്രമണങ്ങൾ റെക്കോർഡെണ്ണത്തിലേക്ക് എത്തി നിൽക്കുന്ന സമയത്താണ് സിറിയയിൽ നിന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ദിവസങ്ങൾക്ക് മുൻപ് ദബ്ലൂസിനടുത്തുള്ള താൽ എന്ന ഫലസ്തീൻ ഗ്രാമത്തിലേക്ക് ആയുധധാരികളായ ഇസ്രായേലി കുടിയേറ്റക്കാർ ആക്രമണം നടത്തിയിരുന്നു. തുടക്കത്തിൽ പലസ്തീനുകളുടെ എതിർപ്പിനെ തുടർന്ന് പിൻവാങ്ങിയെങ്കിലും ഇസ്രായേലി സൈനികരുമായി തിരിച്ചെത്തിയ ശേഷം അവർ അഴിച്ചുവിട്ടത് വൻ ആക്രമണ പരമ്പരയായിരുന്നു. ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് 2025 തുടക്കം മുതൽ അധിനിവിഷ്ട വെസ്റ്റ് ബാങ്കിൽ 3000-ലധികം ആക്രമണങ്ങളാണ് ജൂത കുടിയേറ്റക്കാർ നടത്തിയത്. 2023 ഒക്ടോബറിലെ ഹമാസ് ആക്രമണത്തിന് ശേഷം എല്ലാ വർഷവും ഈ ആക്രമണങ്ങളുടെ തോത് ക്രമാനുഗതമായി വർദ്ധിക്കുകയും ചെയ്യുന്നു. അതിനാൽ തന്നെ മനുഷ്യാവകാശ പ്രവർത്തകരെയും നിരീക്ഷകരെയും സംബന്ധിച്ചിടത്തോളം സിറിയയിലേക്ക് ആരംഭിച്ചിരിക്കുന്ന അധിനിവേശ ശ്രമങ്ങൾ അത്ര നിസ്സാരമല്ല. വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അധിനിവേശ പ്രവർത്തനങ്ങൾക്ക് പിന്നിലുള്ള അതേ പ്രത്യയശാസ്ത്രമാണ് സിറിയയിലും പ്രകടമാകുന്നത് എന്നാണ് അവർ വാദിക്കുന്നത്. ചോദ്യം ഇതാണ്: മറ്റൊരു വെസ്റ്റ് ബാങ്കായി സിറിയയും മാറുമോ?